ജൂൺ 24 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ. സാധാരണഗതിയിൽ തിരുസഭ ഒരു വിശുദ്ധൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ തിരുനാളായി ആഘോഷിക്കുന്നത് ആ വിശുദ്ധൻ മരണപ്പെട്ട ദിവസമാണ്. എന്നാൽ പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും തിരുനാളുകൾ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന തിരുനാളുകളാണ്. മറ്റുള്ള വിശുദ്ധരും ദൈവത്താൽ പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ടവരും മൂലഭാവത്തോടു കൂടിയാണ് ജനിച്ചിട്ടുള്ളത്. എന്നാൽ പരിശുദ്ധ മാതാവ് മൂലഭാവത്തിൻ്റെ കറയില്ലാതെയാണ് ജനിച്ചത്. വിശുദ്ധ സ്നാപക യോഹന്നാനാകട്ടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മൂലഭാവത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. ഇതാണ് ഇന്നത്തെ തിരുനാളിനുള്ള സൈദ്ധാന്തികമായ വിശദീകരണം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരുനാളുകൾ അവരുടെ ജീവിതത്തിൻ്റെ അവസാന ദിനമാണ്. ഭൂമിയിലെ സേവനം അവർ അവസാനിപ്പിച്ച ദിനത്തെയാണ് അവരുടെ തിരുനാളായി ആദരിക്കുന്നത്. എന്നാൽ സ്നാപക യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജന്മദിനത്തെയാണ് നാം ആദരിക്കുന്നത്. അവൻ്റെ നശ്വരമായ ജീവിതം ആരംഭിച്ച ദിവസം പരിശുദ്ധമാണ്. ഡിസംബർ 25 മഞ്ഞുകാലത്താണ് യേശുവിൻ്റെ ജന്മതിരുനാൾ കൊണ്ടാടുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ പാതയൊരുക്കുവാൻ വന്നവൻ്റെ തിരുനാൾ ക്രിസ്തുമസിനും 6 മാസങ്ങൾക്ക് മുൻപാണ് കൊണ്ടാടുന്നത്. ക്രിസ്തുമസ് ഒരു പ്രകാശത്തിൻ്റെ ആഘോഷമാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ സ്നാപക യോഹന്നാൻ വെളിച്ചം നൽകിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കായിരുന്നു. ക്രിസ്ത്യാനികളായ നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം. യേശുവിൻ്റെ ജനനത്തിന് 6 മാസം മുൻപ് യൂദയ പട്ടണത്തിലാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ ജനിച്ചത്. വിശുദ്ധൻ്റെ ദൈവഭക്തരായ മാതാപിതാക്കൾ അവൻ ചെയ്യേണ്ട ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ വളരെ ശ്രദ്ധയോടെയാണ് വിശുദ്ധനെ വളർത്തിയിരുന്നത്. കൂടാതെ അവൻ്റെ ദൈവനിയോഗത്തെക്കുറിച്ചുള്ള ബോധ്യം അവന് പകർന്നു നൽകുകയും ചെയ്തു. തൻ്റെ ദൗത്യത്തിൻ്റെ അവസാന തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അവന് ഒരുപക്ഷെ പ്രായം 32 വയസ്സായിരുന്നു. പുരാതന കാലത്തെ ദിവ്യന്മാരായിട്ടുള്ളവർ ചെയ്യുന്നത് പോലെ വിശുദ്ധ സ്നാപക യോഹന്നാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനുമായി ജോർദാന് അപ്പുറമുള്ള പരുക്കൻ പാറകൾ നിറഞ്ഞ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി. വെട്ടുകിളികളും തേനും മാത്രമായിരുന്നു വിശുദ്ധൻ്റെ ഭക്ഷണം. ഒട്ടകത്തിൻ്റെ രോമം കൊണ്ടുള്ള ഒരു പരുക്കൻ കുപ്പായമായിരുന്നു വിശുദ്ധൻ ധരിച്ചിരുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ പ്രഘോഷണത്തിനായി വരുമ്പോൾ അവൻ്റെ കണ്ണുകൾ ആവേശത്താൽ തിളങ്ങുകയും ശിക്ഷാവിധിയെക്കുറിച്ചുള്ള സ്വരം ശക്തമായ മുന്നറിയിപ്പുമായിരുന്നു. യോഹന്നാനിൽ നിന്നും പുറത്തേക്കൊഴുകിയ ശക്തിയാൽ അവനെ കേട്ടവരിൽ നിരവധി പേർ തങ്ങൾ വളരെ കാലമായി കാത്തിരിക്കുന്ന രക്ഷകനാണ് അവനെന്ന് വരെ ധരിച്ചു. എന്നാൽ വിശുദ്ധൻ താൻ വരാനിരിക്കുന്ന രക്ഷകൻ്റെ പാതയൊരുക്കുവാൻ മാത്രം വന്നവനാണെന്നും അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടുകൾ അഴിക്കുവാനുള്ള യോഗ്യത പോലും തനിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തെറ്റിദ്ധാരണകളെ തിരുത്തി. യോഹന്നാൻ്റെ പ്രസിദ്ധി ജെറുസലേം മുഴുവൻ പരക്കുകയും ചെയ്തു. എങ്കിലും വിശുദ്ധൻ തൻ്റെ എളിമ കൈവെടിഞ്ഞിരുന്നില്ല. അനുദപിക്കുക, സ്വർഗരാജ്യം സമാഗതമായിരിക്കുന്നു, ഇതായിരുന്നു വിശുദ്ധൻ ആവർത്തിച്ചാവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചിരുന്നത്. ആത്മാർത്ഥമായ അനുതാപത്തെയും ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ആഗ്രഹത്താലുള്ള ആത്മീയമായ വിശുദ്ധിയെയും പ്രതിദാനം ചെയ്യുന്ന പ്രവൃത്തിയായ ജ്ഞാനസ്നാനത്തെ വളരെ ശക്തിയായി വിശുദ്ധൻ പ്രചരിപ്പിച്ചിരുന്നതിനാൽ ജനങ്ങൾ വിശുദ്ധനെ സ്നാപകൻ എന്ന് വിളിച്ചു തുടങ്ങി. യേശു മറ്റുള്ളവർക്കൊപ്പം യോഹന്നാൻ്റെ പക്കൽ നിന്നും മാമോദീസ സ്വീകരിച്ച ദിവസത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ് ജോർദാൻ നദിയിലെ വെള്ളത്തിൽ നിന്നും യേശു കയറിയ ഉടനെ തന്നെ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയും ചെയ്തു. മാത്രമല്ല, ഇപ്രകാരം ഒരു സ്വരം സ്വർഗത്തിൽ നിന്നും കേൾക്കുകയും ചെയ്തു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. യോഹന്നാൻ്റെ ജീവിതം അതിൻ്റെ ദുഃഖകരമായ പര്യവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന തിബരിയ സീസറിൻ്റെ ഭരണത്തിൻ്റെ 15-ാം വർഷം ജോർദാനിന് കിഴക്ക് ഭാഗത്തുള്ള ഗലീലിയും
പെരിയായും ഉൾപ്പെടുന്ന പാലസ്തീൻ പ്രവിശ്യയുടെ ഉപഭാഗത്തിൻ്റെ ഗവർണറായിരുന്നു ഹെറോദ് ആൻറ്റിപ്പാസ്. തൻ്റെ പ്രഘോഷണത്തിനിടയ്ക്ക് സ്നാപക യോഹന്നാൻ ഹെറോദിൻ്റെ അന്യായങ്ങളെ നിശിതമായി വിമർശിച്ചിരുന്നു. യഹൂദ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് തൻ്റെ അർത്ഥ സഹോദരനായ ഫിലിപ്പിൻ്റെ ഭാര്യയായ ഹെറോദിയാസിനെ സ്വന്തമാക്കിയതിന് ഹെറോദിൻ്റെ മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തു. കുടിലയായ ആ സ്ത്രീ ഗവർണറുടെ അനന്തരവൾ കൂടിയായിരുന്നു. യോഹന്നാൻ ദിവ്യനാണെന്ന് അറിയാവുന്നതിനാൽ ഹെറോദ് അവനെ ബഹുമാനിച്ചിരുന്നു. എന്നാൽ തൻ്റെ വ്യക്തിജീവിതത്തെ നിന്ദിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കുവാൻ കഴിയുമായിരുന്നില്ല. മാത്രമല്ല, കുടിലയായ ഹെറോദിയാസ് നുണകളും കാപട്യവും വഴി അവൻ്റെ കോപത്തെ ആളിക്കത്തിക്കുകയും ചെയ്തു. അവസാനം ചാവുകടലിന് സമീപത്തുള്ള മച്ചിരൂസ് കോട്ടയിൽ ഹെറോദ് യോഹന്നാനെ തടവിലിട്ടു. തടവറയ്ക്കുള്ളിലും നിശബ്ദനാവാതിരുന്ന യോഹന്നാൻ്റെ ജീവനെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഹെറോദിയാസ് അവസാനിപ്പിച്ചില്ല. യോഹന്നാനെ ഇല്ലാതെയാക്കുവാൻ അവസാനം അവൾക്കൊരു അവസരം വന്നു ചേർന്നു. ഹെറോദിൻ്റെ ജന്മദിനത്തിൽ അവൻ ആ പ്രദേശത്തെ പ്രമുഖരായിട്ടുള്ളവർക്കൊരു വിരുന്നൊരുക്കി. ആ വിരുന്നിൽ ഹെറോദിയാസിന് ഭർത്താവിൽ നിന്ന് ജനിച്ച 14 വയസ്സുള്ള പുത്രിയായ സലോമി ഹെറോദിനെയും കൊണ്ട് അവിടെ സന്നിഹിതരായിരുന്ന അതിഥികളെയും തൻ്റെ മനോഹരമായ നൃത്തത്താൽ സന്തോഷിപ്പിച്ചു. അതിൽ സന്തോഷവാനായ ഹെറോദേസ് തൻ്റെ അധികാരത്തിന് കീഴിലുള്ള എന്ത് സമ്മാനവും തൻ്റെ രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിൽ പോലും നൽകാമെന്ന് അവളോട് വാഗ്ദാനം ചെയ്തു. തൻ്റെ ദുഷ്ടയായ അമ്മയുടെ സ്വാധീനത്താലും നിർദ്ദേശത്താലും സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വേണമെന്നാണ് അവൾ ആവശ്യപ്പെട്ടത്. ഭയാനകമായ ആ ആവശ്യം ഹെറോദസിനെ നടുക്കുകയും അസ്വസ്ഥനാക്കുകയും ചെയ്തു. എന്നിരുന്നാലും തൻ്റെ വാക്ക് പാലിക്കാതിരിക്കുവാൻ കഴിയാത്തതിനാൽ സ്നാപക യോഹന്നാൻ്റെ ശിരസ് കൊണ്ടുവരുവാനായി ഹെറോദസ് തൻ്റെ ഒരു ഭടനെ തടവറയിലേക്ക് അയച്ചു. ക്രൂരയായ ആ പെൺകുട്ടി തൻ്റെ ആ സമ്മാനം ഒരു ഭയവും കൂടാതെ സ്വീകരിക്കുകയും തൻ്റെ അമ്മയ്ക്ക് നൽകുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ അറിഞ്ഞപ്പോൾ അവർ യോഹന്നാൻ്റെ ശരീരം കൊണ്ടുവരികയും വേണ്ടും വിധം അടക്കം ചെയ്യുകയും ചെയ്തു. യേശു തൻ്റെ ശിഷ്യന്മാരിൽ ചിലർക്കൊപ്പം മരുഭൂമിയിലേക്ക് പോയി യോഹന്നാന് വേണ്ടി ദുഃഖമാചരിച്ചു. എളിമയുടെയും ധൈര്യത്തിൻ്റെയും താരതമ്യപ്പെടുത്താനാവാത്ത ജീവിത മാതൃകയായ ഈ വിശുദ്ധനോടുള്ള ആദരവിലും സ്നേഹത്തിലും ക്രൈസ്തവരും യഹൂദരും ഒന്നിക്കുന്നു.